സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഹിന്ദി പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റിലെ പരിശ്രം എന്ന് പറയുന്ന യൂണിറ്റിലെ ഗാന്ധിജിക്ക് നമുക്ക് കഥ എന്ന് പറയുന്ന പാഠഭാഗമാണ്. നമുക്കറിയാം, നമ്മുടെ ഗാന്ധിജി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഗാന്ധിജി അടക്കമുള്ള ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ്. ഒരുപാട് സമരങ്ങളിലൂടെ അവർ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമത്തെ ലംഘിക്കാൻ വേണ്ടി അഹമ്മദാബാദിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് കാൽനടയായി തൻ്റെ അനുയായികളോടൊപ്പം നടന്നു നീങ്ങുന്ന ഗാന്ധിജി നമ്മുടെ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഗാന്ധിജിക്ക് നമുക്ക് കഥ എന്ന് പറയുന്ന പാഠഭാഗമാണ്. ഇവിടെ നമുക്ക് ചിത്രം കാണാം. ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്തേക്ക് പോകുന്ന ചിത്രമാണ്. ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ വചനമാണ്. നമുക്കിത് എന്താണെന്ന് നോക്കാം. കുച്ച് ലോഗ് സഫലതാ കെ കേവൽ സപ്നെ ദേഖ്തേ ഹേ ജബ്കി അന്യ വ്യക്തി ജാഗത്തെ ഹേ ഔർ കടി മെഹനത്ത് കർത്തേ ഹേ. കുച്ച് ലോഗ് കുറച്ച് ആളുകൾ സഫലതാ കെ കേവൽ സപ്നെ ദേഖ്തേ ഹേ. സഫലത എന്ന് പറഞ്ഞാൽ വിജയം, വിജയത്തെ മാത്രം സ്വപ്നം കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ജബ്കി അങ്ങനെ അവർ സ്വപ്നം മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അന്യ വ്യക്തി ജാഗത്തേഹെ മറ്റുള്ളവർ എന്ത് ചെയ്യുകയാണ്? ജാഗത്തേഹെ ഉണർന്നുകൊണ്ട് കടി മേഹനത്ത് കർത്തേഹെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. കുറച്ച് പേര് നമുക്ക് വിജയം കിട്ടണമെന്ന് സ്വപ്നം മാത്രം കാണുന്നു, പക്ഷെ ചിലരോ അത് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം പാഠഭാഗത്തിൽ എന്തൊക്കെയാണെന്ന്. അപ്പോൾ കൃത്യമായിട്ട് പാഠഭാഗത്തിൻ്റെ പോയിന്റുകൾ അറിയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയിൽ സെൻറ്റൻസുകൾ തന്നിട്ട് ഓർഡർ ആക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ക്രമത്തിൽ എഴുതുക. കാരണം ആദ്യം നടന്ന സംഭവം ഏത്, രണ്ടാമത് നടന്ന സംഭവം ഏത് എന്ന് നമ്മൾ പാഠഭാഗം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഗാന്ധിജിക്ക് നമുക്ക് കഥ കഹാനിയാണ്, ഒരു സ്റ്റോറി ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ആരാണ് എഴുതിയിരിക്കുന്നത്? ഉദയൻ വാജ്പേയി ആണ്. ഉദയൻ വാജ്പേയി എഴുതിയ ഗാന്ധിജിക്ക് നമുക്ക് കഥ. നമ്മൾ ഈ പാഠം പഠിക്കുമ്പം ആദ്യം ഒരു രാജാവിൻ്റെയും രാജകുമാരിമാരുടെയും കഥ പറയുന്നുണ്ട്. ആ കഥയുടെ കുറഞ്ഞ പോയിന്റുകളിലൂടെ നമ്മെ ഈ ഗാന്ധിജിയുടെ ഉപ്പ് കഥയിലേക്ക് എത്തിക്കുകയാണ്, അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഗാന്ധിജിക്ക് നമുക്ക് കഥ എന്ന് പറയുന്നത്. അപ്പോൾ പാഠഭാഗക്കാനാം ഗാന്ധിജിക്ക് നമുക്ക് കഥ. നമുക്ക് എന്ന് പറഞ്ഞാൽ ഉപ്പാണ്. ഗാന്ധിജിയുടെ ഉപ്പ് കഥ എഴുതിയിരിക്കുന്നത് ഉദയൻ വാജ്പേയി ആണ്. പാഠഭാഗം ഒരു കഹാനിയാണ്. എന്താണ് കഹാനി? സ്റ്റോറിയാണ്. അപ്പോൾ നമ്മളിവിടെ ഉദയൻ വാജ്പേയിയെ കൊടുത്തിട്ടുണ്ട്. ഉദയൻ വാജ്പേയിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഉദയൻ വാജ്പേയി കാ ജന്മ മധ്യപ്രദേശ് മേ ഹുവ. ഉദയൻ വാജ്പേയിയുടെ ജനനം മധ്യപ്രദേശിലായിരുന്നു. അദ്ദേഹം 1960 ജാനുവരി 4 ജനിച്ചിട്ടുള്ളത്. ഉन्होंने സാഹിത്യ की सभी विधाओं में अपनी लेखनी चलाई. അദ്ദേഹം സാഹിത്യത്തിലെ എല്ലാ മേഖലയിലും ലേഖനങ്ങൾ കാഴ്ചവെച്ച ആളാണ്. കവിതയാണെങ്കിലും നാടകമാണെങ്കിലും അതുപോലെ തന്നെ കഥകളാണെങ്കിലും ഒക്കെ അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഗുഡ് സവാർ, രേത്ത് കിനാരെ കാ ഘർ, പേട് അവർ പർച്ചായി ആദി ഉനकी പ്രമുഖ രചനായം ഹെ. ഗുഡ് സവാർ, അതുപോലെ രേത്ത് കിനാരെ കാ ഘർ, പേട് അവർ പർച്ചായി തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രചനകളാണ്. അപ്പോൾ ഇദ്ദേഹം എഴുതിയ ഒരു കഥയാണ് ഗാന്ധിജിക്ക് നമുക്ക് കഥ. നമ്മൾ ലേഖകൻ്റെ പേര് പഠിച്ചു വെക്കണം, പാഠഭാഗത്തിൻ്റെ പേര് അറിയണം, പാഠം എന്തായിരുന്നു എന്ന് ഓർത്തു വെക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പാഠത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഒരു കഥയുടെ കുറഞ്ഞ ഭാഗമാണ് പറയുന്നത്. ഒരു രാജാവിൻ്റെ കഥയുടെ കുറഞ്ഞ ഭാഗമാണ്. നമുക്ക് നോക്കാം. ഏക് രാജാക്ക് തീൻ ബേട്ടിയാ ധി. ഒരു രാജാവിന് തീൻ ബേട്ടിയാ ധി, 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. തുൻ ചാഹേത്തോ, നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പം അദ്ദേഹം പറയാം, ഇനി ഒരു പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം. ഉസ് രാജാക്കി, ആ രാജാവിനെ 4 ബേട്ടിയാം ബി ഹോ സക്തി ഹേ, വേണമെങ്കിൽ 4, ഈ കഥയിൽ നമുക്ക് ആരെയും കൊണ്ടുവരാം, ഒരു പെൺകുട്ടിയെ കൂടെ കൊണ്ടുവരാം, 4 പെൺമക്കളാണെന്ന് നമുക്ക് ചിന്തിക്കാം. ഇസി കഹാനിമേ, ഈ കഥയിൽ. അപ്പോൾ രാജാവിന് തീൻ ബേട്ടിയാന്തി, 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. രാജാനെ ഉൻസെ പൂച്ച, ഒരു ദിവസം രാജാവ് ഉൻസെ പൂച്ച, അവരോട് ചോദിച്ചു. കി എന്തെന്നാൽ വേ ഉനെ കിത്തനാ പ്യാർ കർത്തി ഹേ, അവരെല്ലാം അച്ഛനെ എത്രയോത്തോളം സ്നേഹിക്കുന്നു എന്ന്. രാജാവ് തൻ്റെ 3 മക്കളെയും വിളിച്ചുകൊണ്ട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ എന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന്. പെഹലീനെ കഹാര, പെഹലി എന്ന് പറഞ്ഞാൽ ആ മൂത്ത മകൾ, ഒന്നാമത്തെ മകൾ പറഞ്ഞു, मैं तुम्हें उतना सारा प्यार करती हूँ जितना बड़ा सूरज है. നമുക്കറിയാം, നമ്മൾ സൂരജ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണ് സൂരജ്? സൂര്യനാണല്ലേ. അവൾ പറഞ്ഞ മറുപടി നോക്കിയേ. മേ തുമേ, ഞാൻ അച്ഛനെ ഉത്തനാ സാര,
അത്രത്തോളം അധികം പ്യാർ കർത്തീഹും സ്നേഹിക്കുന്നു. ജിത്തനാ ബഡാ സൂരജ് ഹെ, സൂര്യൻ എത്രത്തോളം വലുതാണോ സൂര്യൻ്റെ അത്രത്തോളം വലിപ്പത്തിൽ ഞാൻ അച്ഛനെ ഇഷ്ടപ്പെടുന്നു എന്ന് മൂത്ത മകൾ രാജാവിനോട് പറയുന്നു. രാജാനെ ഖുഷീസെ സിർഹിലാദിയ, രാജാവിന് വളരെ സന്തോഷമായി. ഖുഷി എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം. രാജാവ് സന്തോഷത്തോടെ സിർഹിലാദിയ തലയിളക്കി. ദൂസരീനെ കഹ, അപ്പൊ രണ്ടാമത്തെ മകൾ മറുപടി പറയാണ്, മേ തുമേ ഉത്തനാ ചാഹത്തി ഹും, ഞാൻ അച്ഛനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു. ജിത്തനെ ചാന്ത് സിത്താരെ ആസ്മാൻ മേ, ആ ഈ ആസ്മാൻ, ഇതൊക്കെ നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ച പോയിന്റുകളാണല്ലേ. ആ ആകാശത്തിൽ ചാന്ത് സിത്താരെ, ചാന്ത് ചന്ദ്രനും സിത്താരെ നക്ഷത്രങ്ങളും, ഇത്രത്തോളം നക്ഷത്രങ്ങൾ ഈ ആകാശത്തിലുണ്ടോ അത്രത്തോളം ഞാൻ, അതുപോലെ അവിടുത്തെ ചന്ദ്രൻ്റെ അത്രത്തോളം ഞാൻ അച്ഛനെ ഇഷ്ടപ്പെടുന്നു എന്ന് ദൂസരി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മകളും ആ രാജാവിനോട് മറുപടി പറയുന്നു. രാജാനെ ഖുഷീസെ സിർഹിലായ, സിർ എന്ന് പറഞ്ഞാൽ തല, ഹിലാന എന്ന് പറഞ്ഞാൽ ഇളക്കുക. രാജാവിന് സന്തോഷമായി, അദ്ദേഹം തല ഇളക്കി. അപ്പോൾ മൂന്നാമത്തെ ആളുടെ മറുപടി കേൾക്കണ്ടേ. അപ്പോൾ തീസരി ബേട്ടിക്ക് തരഫ് ദേക്ക, മൂന്നാമത്തെ ആളുടെ മറുപടിക്കായി അവളുടെ നേരെ നോക്കി. തരഫ് എന്ന് പറഞ്ഞാൽ നേരെ, നമ്മുടെ രാജാവ് അവളുടെ നേരെ നോക്കി. തീസരി ചുപ്പ് ഗഡീതി, ചുപ്പ് എന്ന് പറഞ്ഞാൽ നിശബ്ദം. മൂന്നാമത്തെ മകൾ മിണ്ടാണ്ട് നിൽക്കുകയായിരുന്നു. വഹുബോലി, അവൾ പറഞ്ഞു, മേ തുമേ ഖാനേ മേ നമക്ക് ജിത്തന പ്യാർ കർത്തി ഹും, അവൾ പറഞ്ഞ എന്താന്ന് നോക്കി, ഞാൻ അച്ഛനെ ഭക്ഷണത്തിലെ ഉപ്പ് പോലെ ഇഷ്ടപ്പെടുന്നു. എന്താ പറഞ്ഞേ? ഭക്ഷണത്തിലെ ഉപ്പ് പോലെ ഞാൻ അച്ഛനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അവൾ പറഞ്ഞത്. കഹാനി ലംബി ചൽത്തി, ഈ കഥ മുന്നോട്ടേക്ക് ഇങ്ങനെ പോകൂട്ടോ, ഇതിൻ്റെ ബാക്കി വേറെയുണ്ട്. ഈ കഥയിൽ കഥയുടെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ രാജാവ് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കഥ ഫുള്ളായിട്ട് നമുക്കിവിടെ ഇല്ല. അപ്പം ഇത്രയൊരു ഭാഗമാണ് തന്നത്, നോക്കാം. കഹാനി ലംബി ചൽത്തി ഹെ, കഥ മുന്നോട്ടേക്ക് പോകുന്നു. പെഹലെ രാജാക്കോ യഹ് ജവാബ് പസന്ത് നഹിയാത്ത, പെഹലെ ആദ്യം രാജാക്കോ, രാജാവിന് യഹ് ജവാബ്, ഈ ഒരു മറുപടി പസന്ത് നഹിയാത്ത, ഇഷ്ടപ്പെട്ടില്ല. കാരണം മൂത്ത മകൾ പറഞ്ഞു സൂര്യൻ്റെ അത്രയും ഞാൻ ഇഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ ആൾ പറഞ്ഞു ആകാശത്തിലെ ചന്ദ്രനും അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെ അത്ര ഞാൻ അച്ഛനെ ഇഷ്ടപ്പെടുന്നു. മൂന്നാമത്തെ മകളുടെ മറുപടി എന്തായിരുന്നു? അവൾ പറഞ്ഞത് ഞാൻ ഭക്ഷണത്തിലെ ഉപ്പ് പോലെ അച്ഛനെ ഇഷ്ടപ്പെടുന്നു. ഇത് കേട്ടപ്പോൾ നമ്മുടെ രാജാവിന് മൂന്നാമത്തെ മകളുടെ മറുപടി പസന്ത് നഹി, ഇഷ്ടമായില്ല. പർ എന്നാൽ കഹാനിക്ക് അന്തമേം, ഈ കഥയുടെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ വഹ് രാജ, ആ രാജാവ് ഖാനേമേം ഭക്ഷണത്തിൽ, തഥാ അതുപോലെ തന്നെ ജീവന്മേം ജീവിതത്തിലും, നമുക്ക് കേ മഹത്വക്കോ ഈ ഉപ്പിൻ്റെ മഹത്വം സമച്ച് ജാത്താഹെ മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഭക്ഷണത്തിൽ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഉപ്പ് എന്നതിൻ്റെ മഹത്വം രാജാവിന് മനസ്സിലാകുകയാണ്. കഥയുടെ ലാസ്റ്റ് വരുമ്പോഴാണ്. അതുവരെ മകളോട് ദേഷ്യമൊക്കെ വരികയാണ് രാജാവിന്. തബ് അപ്പോൾ അപ്പിനി ചോട്ടി ബേട്ടിക്ക് പ്യാർ കി ഗഹരായി കോ സമച്ചതാഹെ, അപ്പോഴാണ് തൻ്റെ ചെറിയ മകളുടെ ആ സ്നേഹത്തിൻ്റെ ആഴം നമ്മുടെ രാജാവിന് മനസ്സിലാകുന്നത്. അപ്പം ഗഹരായി എന്ന് പറഞ്ഞാൽ ആഴം, പ്യാർ എന്ന് പറഞ്ഞാൽ സ്നേഹം. അപ്പം നമ്മൾ ആദ്യം ഒരു കുഞ്ഞു സ്റ്റോറിയുടെ ഒരു ഭാഗമാണ് കണ്ടത് രാജാവിന്. അപ്പം രാജാക്കോ കിത്തനെ ബേട്ടിയാതി, തീൻ ബേട്ടിയാതി അല്ലേ. പെഹലി ആദ്യത്തെ മകളെ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സൂരജിൻ്റെ അത്രയും, സൂര്യൻ്റെ എത്രത്തോളം. രണ്ടാമത്തെ ദൂസരി, രണ്ടാമത്തെ മകളോ ചാന്ത്, അതുപോലെ തന്നെ സിത്താരെ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയൊക്കെ പോലെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത്തെ മകൾ പറഞ്ഞത് എന്താണ്? ഖാനേക്ക് നമുക്ക്, ഭക്ഷണത്തിലെ ഉപ്പ് പോലെ. കഥയുടെ അവസാനം രാജാവിന് തൻ്റെ മകളുടെ സ്നേഹം തിരിച്ചറിയുന്നു. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗം ഈ കഥയിലൂടെ നമ്മുടെ ഉപ്പിലേക്ക് എത്തിക്കുകയാണ് ഇവിടെ ലേഖകൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ പറയുന്നു, തും ധ്യാൻ സി പഠോത്തോ പാവോഗെ കി യഹ് കഹാനി ഇന്നത്തോ രാജാക്കി ഹെ, നിങ്ങൾ ശ്രദ്ധയോടെ ഈ പാഠം വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഥ ഇന്നത്തോ അല്ല രാജാക്കി, ഒരു രാജാവിൻ്റെ കഥയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നമ്മുടെ മുമ്പോട്ടേക്ക് ഈ പാഠം വായിച്ചാലേ നമുക്ക് മനസ്സിലാകും ഇത് കേവലം ഒരു രാജാവിൻ്റെ കഥയല്ല. ഇന്ന ഉസ്കി പസന്ദിക്ക്, അയാളുടെ ഇഷ്ടത്തിൻ്റെ കഥയല്ല. യേ കഹാനി ഇന്ന ഉസ്കി ബേട്ടിയോ കെ ബാരെ മേ ഹേ, ഈ കഥ അദ്ദേഹത്തിൻ്റെ പുത്രിമാരുടെ കഥയുമല്ല. ഇന്ന ഉൻകെ കഹനേക്കെ ബാരെ മേ, അവരെക്കുറിച്ചൊന്നുമല്ല ഇതിൽ പറയുന്നത്. ഇതെന്തിനെ കുറിച്ചുള്ള കഥയാ? യഹ് നമക് കി കഹാനി ഹെ, ഈ കഥ ഒരു ഉപ്പിൻ്റെ കഥയാണ്. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് നമക് കി കഹാനിയാണ് കേട്ടോ. മഹാത്മാഗാന്ധിനെ ബി ഏക് നമക് കി കഹാനി ലിഖീതി, നമ്മുടെ മഹാത്മാഗാന്ധിയും ഒരു ഉപ്പ് കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും അദ്ദേഹം ഒരു പേനയും പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ട് ഉപ്പിൻ്റെ കഥ എഴുതിയെന്നാണോ? അങ്ങനെയല്ല, നമുക്ക് കാണാം. വഹ്, ഗാന്ധിജി എങ്ങനെയാണ് ഉപ്പ് കഥ എഴുതിയതെന്ന് അവിടെ പറയുന്നത് നോക്കിയേ. കഹാനി ഉനോനെ ബോൽക്കർ നഹി ലിഖി, പറഞ്ഞുകൊണ്ടല്ല, ബോലിനെ പറയുക. ഈ കഥ അദ്ദേഹം പറഞ്ഞുകൊണ്ട് എഴുതിയതല്ല.
വഹ് കഹാനി ആ കഥ ഉനോനെ അദ്ദേഹം ചൽ കർ ലിഖീതി കണ്ടോ, നടന്നുകൊണ്ട് എഴുതിയിട്ടുള്ളതാ, നടന്നിട്ട് എഴുതിയിട്ടുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ഉപ്പ് കഥ. പറഞ്ഞിട്ടുമല്ല എഴുതിയിട്ടുമല്ല. കണ്ടോ, വഹ് കഹാനി ഉനോനെ സൈക്കഡോ മീൽ ചൽക്കർ ലിഖീതി. എങ്ങനെ എഴുതിയതാന്ന് പറഞ്ഞേ, ഈ കഥ അദ്ദേഹം 100 കണക്കിന് മൈലുകളോളം നടന്ന് എഴുതിയിട്ടുള്ള കഥയാണ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവമാണ് അല്ലേ. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വഹ് ഉൻകെ സാത്ത് ചൽ രഹേ ദേശ് ഭർ കെ ലോഗോനെ ലിഖീതി. കേവലം നമ്മുടെ ഗാന്ധിജി മാത്രം എഴുതിയതല്ല എന്ന് പറയുന്നു. ഉൻകെ സാത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ചൽ രഹേ നടന്നിട്ടുള്ള ദേശ് ഭർ ദേശം മുഴുവനുമുള്ള ലോഗോനെ ലിഖീതി ആളുകളും എഴുതിയിട്ടുള്ളതായിരുന്നു. വേ സബ് അവരെല്ലാം ഹമാരെ ദേശമേ നമ്മുടെ ദേശത്തിലെ അംഗ്രേസോം ദ്വാരാക്കി ജാരഹി അന്ധാധുന്ത് ലൂട്ട് സേ ചിന്തിതേ. നമ്മുടെ രാഷ്ട്രം അന്ന് ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അവരുടെ നിയമങ്ങൾ ഇവിടെ ഭാരതീയരെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അപ്പം ആളുകളൊക്കെ ആകെ വളരെ അസഹനീയമായിട്ടായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വേ സബ് ഈ ഭാരതീയരെല്ലാം ഹമാരെ ദേശമേ നമ്മുടെ ദേശത്തിലെ അംഗ്രേസോം ദ്വാര ബ്രിട്ടീഷുകാർ മുഖേന ജാരഹി നടന്നുകൊണ്ടിരുന്ന, ഇവിടെ ഒരു വാക്കുണ്ട് അന്ധാധുന്ത്. എന്താണ് അന്ധാധുന്ത്? അനിയന്ത്രിതം എന്നാണ് കേട്ടോ. നിയന്ത്രിക്കാനാവാത്ത ലൂട്ട് കൊള്ളയടി. നമ്മൾ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് അനിയന്ത്രിതമായി കൊള്ളയടിക്കുന്നതിനാൽ ചിന്തിതരെ ഇവിടുത്തെ ജനങ്ങൾ. അതുകൊണ്ട് ഹമാരെ ദേശക്കോ അംഗ്രേസോങ്കോ ചങ്കുൽ സേ ചുടാനാ ചാത്തേതേ. നമ്മുടെ ദേശത്തെ ബ്രിട്ടീഷുകാരുടെ ചങ്കുൽ സേ ചുടാന, പിടിയിൽ നിന്ന് മോചിതമാവുക, ബ്രിട്ടീഷുകാരുടെ കരവലയത്തിൽ നിന്നും മോചിതനാകാൻ ഇവിടെയുള്ള ആളുകളെല്ലാം ആഗ്രഹിച്ചിരുന്നു. ജിനോനെ അതുകൊണ്ട് ഭാരത ദേശ് അവരെല്ലാം ഭാരതദേശത്തെ നയി തരഹ്സെ ഒരു പുതിയ രീതിയിൽ ചലാനയ്ക്ക് കൊണ്ടുപോകാനുള്ള അവരുടെ സ്വപ്നം ആങ്കോമേലിയാതെ അവരുടെ കണ്ണുകളിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാരുടെ കരവലയത്തിൽ നിന്ന് നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ഇവിടെയുള്ള ഭാരതീയരായ ഓരോ ആളുകളും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാന്ധിജിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിന് അതുപോലെയുള്ള സമരങ്ങളിലെല്ലാം ഒരുപാട് ആളുകൾ പങ്കെടുത്തിരുന്നു. അങ്ങനെ നമ്മുടെ ഗാന്ധിജി നടന്നുകൊണ്ട് എഴുതിയതാണ് ഈ നമക്ക് കഥ എന്ന് പറയുന്നത്. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് ജനങ്ങളും ഇതിൽ പങ്കാളികളായിരുന്നു എന്ന്. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ ഉൻദിനോ അംഗ്രേസോനെ ഭാരത് മേ നമക്ക് പർ ടാക്സ് ലഗാരഗാഥ. ഈ ഒരു സമരം ഉണ്ടാകാനുള്ള കാരണമാണ് ഇനി പറയാൻ പോകുന്നത്. ഉൻദിനോ ആ ദിവസങ്ങളിൽ അംഗ്രേസോനെ ബ്രിട്ടീഷുകാർ ഭാരതത്തിലെ നമക്ക് പർ ഉപ്പിന്മേൽ ടാക്സ് ലഗാരഗാഥ ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നികുതി. നമ്മളെ ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ വന്നിട്ട് അവർ ഭരിക്കുകയാണല്ലോ, അപ്പോൾ അവർ പറയുന്ന പോലെ ഇവിടെയുള്ള ആളുകൾ അനുസരിക്കണമായിരുന്നു. അതുകൊണ്ട് ഭാരതീയരെ ഉപ്പിന്മേൽ ടാക്സ് കൊടുക്കണം അല്ലെങ്കിൽ നികുതി അടക്കണമെന്ന് ബ്രിട്ടീഷുകാർ കൽപ്പിച്ചു. ഇസ്സേ അതുകൊണ്ട് ഒരു സംഭവം ഉണ്ടായി. നമുക്ക് കേവലം സാരമായ ഉപ്പിന് ബഹുത്ത് മഹങ്കാ ഹോഗയ, ബഹുത്ത് മഹങ്ക നല്ല വില കൂടി. ടാക്സും കൂടെ അടച്ചു വരുമ്പോഴേക്കും ഉപ്പിന് നന്നായിട്ട് വില കൂടിയിട്ടുണ്ടായിരുന്നു. അംഗ്രേസോനെ ബ്രിട്ടീഷുകാർ ഭാരതക്കെ ലോകോങ്കോ ഭാരതീയരായ ജനങ്ങളെ ഖുദ് സ്വയം നമക്ക് ബനാനേസെ ഉപ്പുണ്ടാക്കുന്നതിൽ രോക്കിരഗാഥ തടയുകയും ചെയ്തിരുന്നു. അപ്പം അവരാണ് ഇപ്പോൾ അവിടെ ഉപ്പുണ്ടാക്കുന്നത്. അവരുണ്ടാക്കുന്ന ഉപ്പിന് ഭയങ്കര വിലയും ഏർപ്പെടുത്തി. നമ്മുടെ ഇന്ത്യക്കാരായ ആൾക്കാർ ഈ സമുദ്രതീരത്ത് ഇങ്ങനെ പാടങ്ങളൊക്കെ കെട്ടിയിട്ട് ഉപ്പുണ്ടാക്കുന്നതിൽ അവരെ തടയുകയും ചെയ്തു. രോക്കിനെ തടയുക. അഗർ ഒരുപക്ഷെ കോയി അപ്പിനെ ഹി സമുദ്രക്കെ പാനിസെ ഏതെങ്കിലും ഭാരതീയരായ ഇന്ത്യക്കാരായ ആൾക്കാർ സമുദ്രത്തിലെ ജലത്തിൽ നിന്നും നമക്ക് ബനാത്ത ഉപ്പ് നിർമ്മിക്കുന്നത് കണ്ടാൽ ഉസെ സജാ ഹോജ സക്തി സജ ശിക്ഷ, അവർക്ക് നല്ല ശിക്ഷയും കൊടുക്കുമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ വല്ലാത്ത ഒരു ഉപദ്രവമായിരുന്നു നമ്മുടെ ഇന്ത്യക്കാർക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മുടെ ഉപ്പ് സമുദ്രത്തിൽ നിന്നുണ്ടാക്കുന്ന ഉപ്പിനെ അവർ വില കൂട്ടുകയും ചെയ്തു, നികുതി ഏർപ്പെടുത്തുകയും ചെയ്തു, ഭാരതീയരെ ഉപ്പ് ഉണ്ടാക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു. ഇതാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ, ഈ ഒരു സമരത്തിലേക്ക് പോവാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഒരു കാരണം. ഇനി നോക്കിക്കേ, ഗാന്ധിജി സാലോം പെഹലെ അപ്പിനെ കുച്ച് സാത്തിയോ കെ സാത്ത്. ഇതാണ് കേട്ടോ ഞാൻ ആ സംഭവം പറയുന്നത്. ഗാന്ധിജി സാലോം പെഹലെ വർഷങ്ങൾക്ക് മുമ്പ് അപ്പിനെ തൻ്റെ കുച്ച് സാത്തിയോ കെ സാത്ത് തൻ്റെ കൂട്ടുകാരോടൊപ്പം അഹമ്മദാബാദ് എവിടെ നിന്നാണ് നോക്കിയേ, അഹമ്മദാബാദിൽ നിന്നും പൈതൽ എന്ന് പറഞ്ഞാൽ കാൽനടയായി ദണ്ഡി നാം കെ സമുദ്രക്കിനാരെ, ദണ്ഡി കടപ്പുറത്തേക്ക്, കിനാരെ എന്ന് പറഞ്ഞാൽ തീരം, ദണ്ഡി കടപ്പുറത്തിലെ ഗ്രാമത്തിലേക്ക് ചൽപ്പടെ പോകേണ്ടതായി വന്നു. ഗാന്ധിജിക്ക് ഈ ബ്രിട്ടീഷുകാരുടെ ക്രൂരതയൊക്കെ കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം 1930 ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്.
നമുക്ക് ഹിന്ദിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതോ 1947 ഓഗസ്റ്റ് 15-നാണ്. അപ്പം 30-47 ആകുമ്പോഴേക്കും 17 വർഷങ്ങൾക്കിപ്പുറമാണ് ഈ ഉപ്പ് സത്യാഗ്രഹമൊക്കെ നടന്ന് 17 വർഷങ്ങൾക്കിപ്പുറമാണ് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നു, ഗാന്ധിജി എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? അഹമ്മദാബാദിൽ നിന്നും കാൽനടയായി ദണ്ഡി കടപ്പുറത്തേക്ക് നടക്കുന്നു. വേ വഹാൻ ജാക്കർ, അദ്ദേഹം അവിടെ ചെന്നിട്ട് എന്തിനു വേണ്ടി അദ്ദേഹം പോകുന്നതെന്ന് നോക്കിയേ. സമുദ്രക്കെ പാനീസെ, ആ സമുദ്ര തീരത്ത് നിന്നും, സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്നും, ഖുദ് സ്വയം നമക് ബനാക്കർ, ഉപ്പുണ്ടാക്കിയിട്ട്, അംഗ്രേസോങ്ക ബ്രിട്ടീഷുകാരുടെ കാലാ കാനൂൻ, എന്താ കാലാ കാനൂൻ? കരി നിയമം, അവർ ഇവിടെ അടിച്ചേൽപ്പിച്ച ആ നിയമത്തെ, തോടിനാ ചാഹത്തേതെ, തകർക്കാനാണ് ഗാന്ധിജി ആഗ്രഹിച്ചത്. അപ്പം ഗാന്ധിജി അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. കൂട്ടത്തിൽ ആളുകളുമുണ്ട്. പോകാനുണ്ടായ കാരണം ഇതാണ്, അവർ ടാക്സ് ഏർപ്പെടുത്തിയതും നമ്മുടെ ഇന്ത്യക്കാരെ ഉപ്പുണ്ടാക്കുന്നതിൽ നിന്ന് വിലക്കിയതും കാരണം നമ്മുടെ ഗാന്ധിജി സബർമതിയിൽ നിന്നും വണ്ടിയിലൊന്നും അല്ല, നടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അഹമ്മദാബാദിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് അദ്ദേഹം പോകുന്നു. ബ്രിട്ടീഷുകാരുടെ കാലാ കാനൂൻ, ആ കരി നിയമത്തെ തകർക്കാനും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഗാന്ധിജി 3 ഹഫ്തോംസെ, ഹഫ്ത എന്ന് പറഞ്ഞാൽ ആഴ്ച, 3 ആഴ്ചകളോളം അതിനേക്കാൾ അധികം സമയം, 3 ആഴ്ചയിലധികം പൈദൽ ചൽത്തെ രഹെ, കാൽനടയായി നടന്നു. അപ്പോൾ ഗാന്ധിജി ഒറ്റയ്ക്കല്ല പോകുന്നത്. ഉൻകെ സാത്ത്, അദ്ദേഹത്തിനോടൊപ്പം ദേശഭർ, ലോകം മുഴുവനുമുള്ള ലോക് ആക്കർ ജുഡ്ത്തെ ഗയെ, ആളുകൾ വന്നു ചേർന്നുകൊണ്ടേയിരുന്നു. ഇസ് തരഹ്, ഇപ്രകാരം ജബ്, എപ്പോഴാണോ വേ അദ്ദേഹം ദണ്ഡി പഹുഞ്ചെ, ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത്, ഉൻകെ സാത്ത് അദ്ദേഹത്തിനോടൊപ്പം ഹസാറോ ലോക്, ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ പ്രദേശത്തു നിന്നും ഗാന്ധിജി ഈ സത്യാഗ്രഹത്തിന് പോകുന്നത് അറിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനോടൊപ്പം ചേർന്നു. ജോ സമുദ്രക്കെ പാനീമേം, അവര് സമുദ്രത്തിലെ വെള്ളത്തിലെ ഘുലേ, നമുക്ക് അലിഞ്ഞിട്ടുള്ള ഉപ്പിനെ എന്ത് ചെയ്തു? ബാഹർ ലാക്കർ, പുറത്തേക്ക് എത്തിച്ച്, അംഗ്രേസോം കാ ഖാനൂൻ തോടിനാ ചാഹത്തെ ഹേ, ബ്രിട്ടീഷുകാരുടെ നിയമത്തെ തകർക്കാൻ ആഗ്രഹിച്ചു. അലിഞ്ഞ ഉപ്പിനെ എടുത്ത് ഉപ്പാക്കി മാറ്റാൻ അവർ ആഗ്രഹിക്കുകയാണ്. ഇസ്സെ, ഇതിലൂടെ ഭാരതത്തിന്മേൽ അംഗ്രേസോം കി, ബ്രിട്ടീഷുകാരുടെ പഗഡ് ഡീലിപ്പെടുത്തി. പഗഡ് ഡീലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പിടുത്തത്തെ ദുർബലമാക്കുക, ബ്രിട്ടീഷുകാരെ ഇങ്ങനെ കൈയടക്കി വെച്ചിരുന്നതിൽ നിന്ന് ദുർബലപ്പെടുത്താൻ ആഗ്രഹിച്ചു. രാസ്തേമേം, വഴിയിൽ, കൈ ഗാവ് പടേ, ഒരുപാട് ഗ്രാമങ്ങളിലൂടെ ഇവർക്ക് പോകേണ്ടതായി വന്നു. അഹമ്മദാബാദിൽ നിന്നും ദണ്ഡി കടപ്പുറത്ത് എത്തുമ്പോഴേക്കും ഒരുപാട് ഗ്രാമങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. ഗാന്ധിജി അവർ ഉൻകെ സാത്തി ജഹാം ഭി രുകത്തെ, ഗാന്ധിജിയും അനുയായികളും എവിടെയെല്ലാം തങ്ങുന്നുവോ, അവർ രാത്രിയൊക്കെ ആകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തങ്ങും. അപ്പോൾ ആ ഗാവ് വാലെ, ആ ഗ്രാമവാസികൾ, ഉനേം അദ്ദേഹത്തിന്, പൂരെ മനസ്സേ, അവർക്കെല്ലാവർക്കും പൂർണ്ണമായ മനസ്സോടെ, ഖാനാ ഭക്ഷണം കൊടുത്തിരുന്നു. വേ സഭി ലോക്, അവരെല്ലാം രാത്രിയിൽ കിസി ഗാവുമേം, ഏതെങ്കിലും ഗ്രാമത്തിൽ കാട്ടത്തെ ചിലവഴിക്കുകയും, അവർ സുബഹ്, രാത്രിയാകുമ്പോൾ അവർക്ക് നടക്കാൻ കഴിയില്ല, അപ്പോൾ ഇവരെ എവിടെയെങ്കിലുമൊക്കെ തങ്ങും. എന്നിട്ട് സുബഹ്, രാവിലെ ആകുമ്പോൾ ഫിർ ചൽപ്പെടുത്തിയത്, വീണ്ടും നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധിജിയും അനുയായികളും കടപ്പുറത്തേക്ക് പോകുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. ദണ്ഡി പഹുഞ്ചത്തേഹി, അങ്ങനെ ദണ്ഡിയിൽ എത്തിച്ചേർന്നപ്പോൾ സഭീക്കോ, എല്ലാവരും എന്ത് കണ്ടു? സമുദ്രക ആസ്മാൻ തക്ക് ഫൈല വിസ്താരതിക, സമുദ്രം മുഴുവൻ, സമുദ്രം ആകാശത്തോളം വ്യാപിച്ചു കിടക്കുന്ന ആ സമുദ്രം അവർ കാണുകയാണ്, അതിൻ്റെ വിസ്താരം അവർ കാണുകയാണ്. ലഹരേൻ ദിഖീം, തിരമാലകൾ അവർ കണ്ടു. ലഹരോമേം, ഈ തിരമാലകളിൽ ചമക്ക് തിളങ്ങുന്ന സൂരജ് ദിക, സൂര്യനെ അവർക്ക് കാണാൻ സാധിച്ചു. किनारे के गड्ढों में नमक से गाढ़ा हुआ पानी और अपने आप बना नमक दिखा. ഈ കിനാരയ്ക്ക് ഗഡ്ഡോമേം, സമുദ്രതീരത്തിലെ ഗഡ്ഡ എന്ന് പറഞ്ഞാൽ കുഴികളിൽ, നമുക്ക് സെ, ഉപ്പാൽ, ഗാഡ, മൂടപ്പെട്ട, പാനി, അല്ല ഉപ്പാൽ ഇതായിട്ടുള്ള പാനി, വെള്ളവും, അപ്പിനെ ആപ്പ് ബന നമുക്ക് ദിക, സ്വയം രൂപപ്പെട്ട ഉപ്പും അവർക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ സമുദ്രതീരത്ത് വന്നടിഞ്ഞിട്ടുള്ള ഉപ്പ്, വെള്ളത്തിൽ നിന്നും ഉപ്പുണ്ടായിരിക്കുന്നതും അവർ കാണുകയാണ്. ഉൻ സഭീക്കോ ഗാന്ധിജീനെ യഹാ ലാക്കർ പൂരെ ദേശിക്കോ അംഗ്രേസോസെ മുക്ത് ഹോനെ കാ രാസ്ത ദിഖാ ദിയ, ഇതെല്ലാം ഗാന്ധിജി എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്നിട്ട് പൂരെ ദേശിക്കോ, നമ്മുടെ ദേശം മുഴുവനും, അംഗ്രേസോസെ, ബ്രിട്ടീഷുകാരുടെ മുക്ത് ഹോനെ കാ, മോചിപ്പിക്കാനുള്ള, ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിപ്പിക്കാനുള്ള രാസ്ത, വഴി, ദിഖാ ദിയ, നമുക്ക് കാണിച്ചു തന്നു. ബ്രിട്ടീഷുകാരിൽ നിന്ന് എങ്ങനെ മോചനം നേടണമെന്നുള്ള ഒരു വഴിയാണ് ഗാന്ധിജി അവിടെ തുറന്നത്.
അപ്പോൾ നമ്മുടെ ഈ പാഠം എഴുതിയ ഉദയൻ വാജ്പേയി പറയാണ്, ഹമാരേ ദോസ്ത്, എൻ്റെ ഒരു സുഹൃത്ത്, ഔർ കഹാനികർ, അതുപോലെ കഥാകൃത്തുമായ ആര്, അനന്തമൂർത്തി കഹത്തേതെ, അനന്തമൂർത്തി ഗാന്ധിജിയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കി എന്തെന്നാൽ, ജബ് എപ്പോഴാണോ ഗാന്ധിജീനെ സമുദ്ര കിനാരെ ഹാത്തുമേ മുട്ടി ബർ നമക്കുടായ, ഗാന്ധിജി സമുദ്ര തീരത്തിൽ വന്നിട്ട് ഹാത്തുമേ തൻ്റെ കയ്യിൽ മുട്ടി ബർ മുഷ്ടി നിറയെ നമക്കുടായ ഉപ്പ് വാരിയെടുത്തത് എന്ന് പറഞ്ഞാൽ ആ ഉപ്പ് നിയമത്തെ ലംഘിക്കാൻ വേണ്ടി ഗാന്ധിജി എന്നാണോ ആ ദണ്ഡി കടപ്പുറത്തെത്തിയത്, ഉനോനെ അദ്ദേഹം ചെയ്തതെന്താ, ദേശിക്ക് ആസാദ് ഹോനേക്ക രാസ്ത ഗോൾ ദിയ, ദേശത്തിന്, രാജ്യത്തിന്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള ഒരു വഴി തുറന്നു തരികയാണ് നമുക്ക് ചെയ്തത് എന്ന് എൻ്റെ സുഹൃത്തായ ആര് പറഞ്ഞു എന്നാണ്, അനന്തമൂർത്തി പറഞ്ഞു എന്ന് ഇവിടെ നമ്മുടെ ഉദയൻ വാജ്പേയി എന്ന ലേഖകൻ പറയുകയാണ്. നോക്കൂ, 17 അല്ലേ, 17 വർഷിക്കെ ബാദ്, 17 വർഷങ്ങൾക്ക് ശേഷം ദേശം സച്ച്മുച്ച് വാസ്തവത്തിൽ ഉസ് രാസ്തേ പർ ചൽത്താ ഹുവ ആസാദ് ഹോ ഗയ, ആ വഴിയിലൂടെ സഞ്ചരിച്ചത് കൊണ്ടാണ് ആ സംഭവത്തിന് ശേഷം 17 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇന്ത്യക്ക് ആസാദ് ലഭിക്കുന്നത്. എന്താണ് ആസാദ്? സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇസ് കഹാനിമേ, അപ്പോൾ ഒരു കഥയായിട്ട് എഴുതിയ ഈ കഥയിൽ നമ്മുടെ ഉദയൻ വാജ്പേയി പറയാണ്, ഇസ് കഹാനിമേം ഔർ ബി കൈ ഭീത്തരി ഗുമാവ് ഹേ, ഈ കഥയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. തും വഹ് സബ് ഗുദ് ഗോജോ, അത് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കൂ. ഗുദ് യഹി ഗോജോ കി, സ്വയം ഇതിനെക്കുറിച്ച് അന്വേഷിച്ച ഹം, നമ്മൾക്ക് കിൻ കിൻ രാസ്തോസെ, ഏതെല്ലാം വഴികളിലൂടെ, അംഗ്രേസോ കെ ചങ്കുൽ സെ ചുടേതെ, നമ്മൾ ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്ന് നമ്മൾ എങ്ങനെ മോചിതരായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ട് ഗാന്ധിജിയുടെ പ്രൊഫൈൽ നമ്മൾ നോക്കി വെക്കണം. ഈ പാഠഭാഗത്തിനെ സെൻറ്റൻസുകൾ ക്രമത്തിലാക്കി എഴുതാൻ പറയും. പോയിന്റുകൾ ആദ്യം നടന്നത് ഏത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതുപോലെ റപ്പട്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനൊക്കെ ഈ പാഠഭാഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. നമുക്ക് ഈ യൂണിറ്റിൽ ഒരു കവിത കൂടി പഠിക്കാനുണ്ട്. യഹ് ധർത്തി ഹെ ഉസ് കിസാനിക്ക് എന്ന് പറയുന്ന കേദാർനാഥ് അഗ്രവാളിൻ്റെ ഒരു കവിത കൂടി പഠിക്കാനുണ്ട്. അതും കൂടെ പഠിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഓണപരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുക. പരീക്ഷയെ ആസ്പദമാക്കിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.